ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ അഫീസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്നിപ്പോൾ ഒരു അടിപൊളി ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ കുറച്ച് മാത്രം ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമ്മുടെ ഷോപ്പിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിലും ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെയുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാനിടുന്ന നെക്സ്റ്റ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിലോട്ട് എല്ലാവരും ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 2.5 ടേബിൾ സ്പൂണോളം പൗഡർഡ് ഷുഗർ കൂടെ ആഡ് ചെയ്ത ശേഷം ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിവിടെ സ്ട്രോബെറിയുടെ ഐസ്ക്രീമാണല്ലോ ഉണ്ടാക്കണേ. അപ്പോൾ അതിലോട്ട് വേണ്ടിയിട്ട് ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുത്തിട്ട് നമുക്ക് അതുപോലെ ചേർക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രഷ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. ഞാനിപ്പോൾ ഇവിടെ ക്രഷാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ക്രഷ് ആഡ് ചെയ്ത ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് ഇതുപോലെ ഒരു എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ടൈഗറിൻ്റെ സ്ട്രോബെറി എസൻസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് എസൻസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കൂടെ വേണമെന്നുണ്ടെങ്കിൽ തികച്ച ഓപ്ഷണലാണ്. നിങ്ങൾക്ക് കളറ് 1-2 ഡ്രോപ്പ് കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഈ എസൻസിൽ അത്യാവശ്യം കുറച്ച് ചെറിയ രീതിയിൽ കളർ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ എന്തായാലും അതോടെ ചേർത്തിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇത്ര തന്നെ മതിയാകും. ഈ ഒരു രീതിയിൽ ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടും ഇതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ബീറ്റർ ഇല്ലാത്ത ആളുകൾക്ക് തീർച്ചയായിട്ടും മിക്സിയുടെ ജാറ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനിയിപ്പോൾ നമ്മുടെ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വെക്കണം. ഞാനിപ്പോൾ ഇതുപോലെ ഐസ്ക്രീമിൻ്റെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിൽ തന്നെയാണ് കേട്ടോ ഞാൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണത്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാനിതിപ്പോൾ ഒരു വൈകുന്നേരമാണ് ചെയ്തത്. അപ്പോൾ ഇത് ഞാൻ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ച ശേഷം എടുക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിതുപോലെ ഐസ്ക്രീം ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഒരു പൈനാപ്പിൾ ഐസ്ക്രീമിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് അത്യാവശ്യം കുറേ പേരൊക്കെ കണ്ടിട്ടുണ്ട്. എന്നാലും ഇതിലാരെങ്കിലും എൻ്റെ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കൊടുത്തേക്കാം. അതിൽ ഞാൻ പൈനാപ്പിളിൻ്റെ പ്യൂരി ഉണ്ടാക്കണ മെത്തേഡൊക്കെ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരെല്ലാവരും ഒന്ന് പോയി കണ്ടു നോക്കാം. അപ്പോൾ ഐസ്ക്രീം ഇപ്പോൾ മുഴുവനായിട്ട് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് ഫ്രീസറിലോട്ട് മാറ്റാം. ഞാൻ പിന്നെ ഇത് പിറ്റേ ദിവസം ഉച്ചക്കാണ് എടുത്തത്. കാരണം എനിക്കതിന് മുന്നേ നേരം കിട്ടിയില്ല. അതിന് മുന്നേ മക്കൾ കുറേശ്ശെയൊക്കെ എടുത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ളതാണ് ഇട്ടത്. അപ്പോൾ ഞാൻ ഇതുപോലെ സ്കൂപ്പ് ചെയ്ത് എടുക്കുന്നുണ്ട്. എപ്പോഴും നമ്മളിതുപോലെ എടുക്കുമ്പോഴേ ഒരു പ്രാവശ്യം എടുത്ത ശേഷം രണ്ടാമത് അതൊന്ന് വെള്ളത്തിലൊന്ന് മുക്കിയ ശേഷം ഇതുപോലെ എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് വിട്ട് കിട്ടും. അപ്പോൾ കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പ്രീവിയസ് വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കുക. അടുത്തതൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഓക്കെ, ബൈ ബൈ.